എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ 1600 രൂപ വീതമൊക്കെയാണ് പെൻഷനായിട്ട് ലഭിക്കുന്നത്. എന്നാൽ ദൈനംദിന ജീവിതത്തിനൊക്കെ ഈ തുക തികയാത്ത സാഹചര്യമാണ്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് 3000 രൂപ വീതം നമുക്ക് പെൻഷൻ ലഭിക്കുന്നത്. കേന്ദ്രമാണ് ഈ തുക നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ സംസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ വാർദ്ധക്യ പെൻഷനുകൾ നൽകുന്നതാണ്. പ്രത്യേക സ്കീം വഴിയാണ് ഈ ആനുകൂല്യം നൽകുന്നത്. 3000 രൂപയാണ് പ്രതിമാസം ധനസഹായമായിട്ട് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് പിന്നീട് ഈ ഒരു 3000 രൂപ വീതം പെൻഷനായിട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇവർ രണ്ടുപേരും മരണമടഞ്ഞാൽ ഇവരുടെ നോമിനിക്ക് മിച്ചം വരുന്ന തുക കേന്ദ്ര സർക്കാർ നൽകുന്നതാണ്. ഏറ്റവും വലിയ പെൻഷൻ പദ്ധതി കൂടിയായ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഇപ്പോൾ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് ഒരു ID നമ്പർ ഉൾപ്പെടുന്ന ഒരു കാർഡ് ലഭിക്കുന്നതാണ്. പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന എന്ന് പറയുന്ന പെൻഷൻ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻ്ററുകൾ വഴി നമുക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അപേക്ഷ വയ്ക്കുവാൻ LICയുടെ ഓഫീസിൽ എത്തിച്ചേർന്നാലും അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയമായ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഈ പദ്ധതിയിൽ 60 വയസ്സിന് മുകളിൽ പ്രായമെത്തുന്ന ഏതൊരു വ്യക്തിക്കും 3000 രൂപ വീതം പെൻഷനായിട്ട് മാസം ലഭിക്കുന്നതാണ്. കിസാൻ മന്ദൻ യോജന ആയതിനാൽ തന്നെ PM കിസാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷക കുടുംബങ്ങൾക്കെല്ലാം ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി കിസാൻ നിധി പദ്ധതിയിൽ ഇല്ല എങ്കിൽ പോലും 2 ഹെക്ടറിൽ താഴെ കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നത്. കാരണം ഇതൊരു പങ്കാളിത്ത പദ്ധതി ആയതിനാൽ 18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് പദ്ധതിയിലേക്ക് ചേരുവാൻ സാധിക്കുന്നത്. 18 വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ 55 രൂപ അംശാദായം അടച്ചാൽ മതി. ഇതെല്ലാ മാസവും അടയ്ക്കേണ്ടതാണ്. നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് അംശാദായത്തിൻ്റെ തോത്, അതായത് ആ നിരക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അടയ്ക്കുന്ന നിരക്കിൽ മാറ്റമൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അതായത് 29ാമത്തെ വയസ്സിലാണ് ചേരുന്നതെങ്കിൽ 100 രൂപയാണ് അടയ്ക്കേണ്ടത്. പിന്നീട് എല്ലാ മാസങ്ങളിലും ഈ 100 രൂപ തന്നെ അടയ്ക്കേണ്ടതാണ്. ഇനി 39ാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ 200 രൂപയാണ് അടയ്ക്കേണ്ടത്. അതായത് പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട തുകയിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഓരോ പ്രായക്കാർക്കും ഓരോ തുകയാണ് അടയ്ക്കേണ്ടത്. നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു വിഹിതം കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ സഹായം 60ാം വയസ്സ് മുതൽ നമുക്ക് തിരികെ ലഭിക്കുന്നത്. ഏറ്റവും വലിയൊരു ജനക്ഷേമ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിയിലേക്ക് അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള അപേക്ഷയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിൽ ചേരുന്നതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ മറ്റു പെൻഷൻ പദ്ധതികളിൽ ഉണ്ടാകുവാൻ പാടില്ല. കേന്ദ്ര സംസ്ഥാന ജീവനക്കാരാകുവാൻ പാടില്ല. അതോടൊപ്പം തന്നെ PF ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുവാനും പാടില്ല. അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരും ആകരുത്. ഇങ്ങനെയുള്ളവർക്കെല്ലാം ഇതിലേക്ക് അപേക്ഷ വയ്ക്കാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ട്, അതോടൊപ്പം തന്നെ ആധാർ കാർഡ് എന്നിവയാണ് പദ്ധതിയിൽ ചേരുവാൻ വേണ്ട പ്രധാനപ്പെട്ട രേഖകൾ. ഇതോടൊപ്പം തന്നെ നോമിനിയുടെ ഡീറ്റെയിൽസും നൽകേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.